ഹായ് ഹലോ അസ്സലാമു അലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു വെറൈറ്റി റെസിപ്പിയുമായിട്ടാണ് കേട്ടോ. നമ്മുടെ നോമ്പുതുറ സമയത്തൊക്കെ നമുക്ക് ചായയോടൊപ്പം കഴിക്കാൻ പറ്റിയ ഒരു അടിപൊളി ഐറ്റമാണ്. അപ്പോൾ ഇതിൽ നിന്ന് ഒരു കഷ്ണം കഴിച്ചാൽ മതി നമുക്ക് വയറ് നിറയാൻ. അപ്പോൾ വീഡിയോ ഒന്ന് സ്കിപ്പ് ചെയ്യാതെ കാണണം. വീഡിയോ ഇഷ്ടമായ ഒന്ന് ലൈക്ക് ചെയ്യാനും മറന്നു പോകരുതേ. അപ്പോൾ നമുക്ക് ഈ വെറൈറ്റി സ്നാക്സ് എങ്ങനെയാണ് തയ്യാറാക്കിയെടുക്കുന്നതെന്ന് ഒന്ന് നോക്കേണ്ടി വരും. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ ആദ്യം അതിന് വേണ്ടി ഞാനൊരു അടുപ്പിലേക്ക് ഒരു പാൻ വെച്ചിട്ടുണ്ട്. ഒരു കുഴിയുള്ള പാൻ വെച്ചിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഒരു 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഞാൻ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ വെളിച്ചെണ്ണ നന്നായിട്ടൊന്ന് ചൂടാവട്ടെ. അപ്പോൾ അതാ വെളിച്ചെണ്ണയൊക്കെ നന്നായിട്ട് ചൂടായിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇട്ട് കൊടുക്കാം. അപ്പോൾ നന്നായിട്ട് അരച്ചെടുത്ത 1 ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഇതിൻ്റെ പച്ചമണമൊന്ന് മാറുന്നത് വരെ നമുക്കിതൊന്ന് ഇളക്കി കൊടുക്കാം. അപ്പോൾ ഇതാ നമ്മുടെ ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ അതിൻ്റെ പച്ചമണമൊക്കെ ഒന്ന് മാറി ചെറുതായിട്ടൊന്ന് ഗോൾഡൻ കളറായി കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കിതിലേക്ക് 2 മീഡിയം സൈസ് സവാള ഒന്ന് സ്ലൈസായി അരിഞ്ഞതാണ്. അത് നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഉള്ളി പെട്ടെന്ന് വാടി കിട്ടുന്നതിന് വേണ്ടി നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ലോ ടു മീഡിയം ഫ്ലെയിമിലാണ് ഞാൻ വെച്ചിരിക്കുന്നത് കേട്ടോ. അപ്പോൾ ഇനി നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള കറിവേപ്പില ഇട്ട് കൊടുക്കുക. അപ്പോൾ ഇന്ന് അരിഞ്ഞിട്ടാണ് ഇട്ട് കൊടുക്കുന്നത്. നല്ല ഫ്ലേവർ ആയിരിക്കും ഇങ്ങനെ ഇട്ട് കൊടുക്കുമ്പോൾ. എന്നിട്ടെല്ലാം കൂടി നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഉള്ളി ഭയങ്കരമായിട്ടങ്ങ് മൂത്ത് വരേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ. ചെറുതായിട്ടൊന്ന് വാടി കിട്ടിയാൽ മതി. അപ്പോൾ അത് നമ്മുടെ ഉള്ളി നന്നായിട്ടൊന്ന് വാടി കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് മസാലപ്പൊടികളൊക്കെ ഇട്ട് കൊടുക്കാം. അപ്പോൾ ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ഒരു 1/2 ടീസ്പൂൺ മുളക് പൊടി, 1/2 ടീസ്പൂൺ മല്ലിപ്പൊടി, ഒരു 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി, പിന്നെ ഒരു 1/2 ടീസ്പൂണിനകത്ത് പെരിഞ്ജീരകം പൊടിച്ചത്, ഒരു നുള്ള് ഗരം മസാല കേട്ടോ. ഇത്രയും ഇട്ട് കൊടുത്തിട്ട് അതിൻ്റെ പച്ചമണമൊന്ന് മറന്നിട്ട് നമുക്കിതൊന്ന് ഇളക്കി കൊടുക്കാം. അപ്പോൾ അതാ നമ്മുടെ മസാലപ്പൊടിയുടെയൊക്കെ ആ പച്ചക്കുത്തൊക്കെ ഒന്ന് മാറിയിട്ട് ഉള്ളിയുമായിട്ട് നല്ല മസാല നന്നായിട്ട് യോജിച്ച് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു 7 പീസ് ചിക്കനാണ് കേട്ടോ. അത് ഞാൻ കുറച്ച് കുരുമുളകും മഞ്ഞൾപ്പൊടിയും ഉപ്പും കൂടി ചേർത്ത് 2 ടേബിൾ സ്പൂൺ വെള്ളവും കൂടി ഒഴിച്ച് കൊടുത്തിട്ട് ഇത് നന്നായിട്ടൊരു 3-4 പീസിൽ കേൾക്കുന്നത് വരെ ഒന്ന് വേവിച്ചെടുത്തിട്ട് അതിൻ്റെ ചൂട് മാറിയതിന് ശേഷം മിക്സിയിൽ ജാറിലിട്ട് ഒന്ന് പൊടിച്ചെടുത്തതാണ്. ഇത് നമുക്ക് നമ്മുടെ മസാലയിലേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് എല്ലാം കൂടി നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ച് എടുക്കുക. ഇനി നമുക്കിതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ മല്ലിച്ചപ്പും കൂടി ഇട്ട് കൊടുക്കാം. ചെറുതായിട്ട് അരിഞ്ഞതാണേ. എന്നിട്ട് എല്ലാം കൂടി വീണ്ടും ഒന്ന് യോജിപ്പിച്ചെടുക്കുക. അപ്പോൾ ഉപ്പൊക്കെ കറക്റ്റാണോ എന്നൊന്ന് ചെക്ക് ചെയ്യുക. എന്നിട്ട് ഉപ്പ് വേണമെങ്കിൽ കുറച്ചിട്ട് കൊടുക്കാം. അപ്പോൾ ഞാനൊരു നുള്ളു ഉപ്പും കൂടി അതിലേക്ക് ഇട്ട് കൊടുത്ത് എന്നിട്ട് എല്ലാം കൂടി ഇളക്കി കൊടുത്തിട്ട് ഒന്ന് ഫ്ലെയിം ഓഫ് ആക്കിയിട്ട് ഇതൊന്ന് തണുക്കുന്നതിന് വേണ്ടി നമുക്ക് മാറ്റി വയ്ക്കാം. ഇനി നമുക്കൊരു മിക്സിയുടെ ജാർ എടുക്കാം. ഇതിലേക്കൊരു 4 കോഴിമുട്ട പൊട്ടിച്ചൊഴിച്ച് കൊടുക്കുകയാണ്. ഇനി നമുക്കിതിലേക്ക് 1/2 കപ്പ് പാലും കൂടി ഒഴിച്ച് കൊടുക്കാം. അപ്പോൾ 1/2 കപ്പ് പാൽ ഒഴിച്ച് കൊടുത്തു. ഇനി അതേ 1/2 കപ്പിൽ തന്നെ നമുക്ക് മൈദാപ്പൊടിയും കൂടി ഇട്ട് കൊടുക്കാം. അപ്പോൾ മൈദാപ്പൊടി ഇട്ട് കൊടുത്തു. ഇനി ബാറ്ററിന് ആവശ്യമായിട്ടുള്ള ഉപ്പിട്ട് കൊടുക്കാം. പിന്നെ ഒരു ഫ്ലേവറിന് വേണ്ടി ഒരു 5 ഏലക്കയുടെ കുരു ഒന്ന് സെപ്പറേറ്റ് ചെയ്തതാണ്. അത് നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് ആദ്യം ഒരു സ്പൂൺ വെച്ച് നന്നായിട്ട് ഒന്ന് മിക്സാക്കി എടുക്കാം. മിക്സാക്കി എടുത്തില്ലെങ്കിൽ നമ്മൾ അടിക്കുന്ന സമയത്ത് ഈ മാവൊക്കെ തെറിച്ച് ഇതിൻ്റെ സൈഡിലൊക്കെ ഒട്ടിപ്പിടിച്ചിരിക്കാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അത് നന്നായിട്ട് ഇളക്കിയും കൊടുത്തു. ഇനി നമുക്കിതൊന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കാം. അപ്പോൾ അതാ നമ്മുടെ മിക്സ് ഇവിടെ ബ്ലെൻഡ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു പാൻ അടുപ്പത്ത് വയ്ക്കാം. എന്നിട്ട് ഇതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ച് കൊടുക്കാം. നെയ്യ്ക്ക് പകരം നിങ്ങൾക്ക് ഏത് ഓയിൽ വേണമെങ്കിലും ഒഴിച്ച് കൊടുക്കാം കേട്ടോ. നെയ്യ് ഒഴിച്ച് കൊടുക്കുമ്പോൾ ഇത്തിരി ഫ്ലേവറാണ്, ടേസ്റ്റുമാണ്. അപ്പോൾ എന്നിട്ട് പാനിനെ ഇതുപോലെ ഒന്ന് ചുറ്റിച്ച് കൊടുക്കുക. ആ നെയ്യുടെ ഇതെല്ലാ ഭാഗത്തും ഒന്ന് എത്തിപ്പെടട്ടെ.
ഇനി നമുക്ക് ഈ ആട്ടിയ മിക്സ് നമുക്ക് ഒരു 1/4 ഭാഗത്തോളം ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. അടിയിലൊരു ഫിനിഷിങ് കിട്ടാൻ വേണ്ടിയാണ്. അപ്പോൾ അത് 1/4 ഭാഗത്തോളം ഒഴിച്ചു കൊടുത്തു. ഇനി നമുക്കിതാ ചെറുതായിട്ട് ഇതൊന്ന് പാനൊന്ന് ഇതുപോലെ ഒന്ന് ചരിച്ച് എല്ലാ സ്ഥലത്തും ഒരുപോലെ ലെവലാക്കി എടുക്കുക. ഇനി നമുക്ക് ചെറുതായിട്ട് ഇതൊന്ന് ഡ്രൈ ആയി കിട്ടണം. മൊത്തത്തിൽ അങ്ങ് ഡ്രൈ ആയി കിട്ടേണ്ട. 1 മിനിറ്റ് നേരം നമുക്ക് വെയിറ്റ് ചെയ്താൽ മതി. അപ്പോൾ നമുക്കിതൊന്ന് അടച്ച് വയ്ക്കാം. അതാ 1 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. നമ്മൾ ഒഴിച്ച മിക്സ് നന്നായിട്ടൊന്ന് ചെറുതായിട്ടൊക്കെ ഒന്ന് ഡ്രൈ ആയി കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ഫില്ലിങ്സ് ഇതിലേക്ക് നമ്മുടെ കൈ കൊണ്ട് തന്നെ ഇതിലേക്ക് ഇതുപോലെ ഇന്ന് ഇട്ട് കൊടുക്കാം. അപ്പോൾ അരികെ വിട്ട് കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. അങ്ങ് നിരത്തി മൊത്തത്തിൽ അങ്ങ് ഇട്ട് കൊടുത്താൽ മതി. അപ്പോൾ അതാ നമ്മുടെ ഫില്ലിങ്സ് മൊത്തവും ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുത്തു. നല്ല കട്ടിയിൽ തന്നെ ഇട്ട് കൊടുക്കുക കേട്ടോ. അപ്പോൾ അതാ നമ്മുടെ ഫില്ലിങ്സ് മൊത്തം ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുത്തു. ഇനി നമ്മുടെ ബാക്കി വന്ന ബാറ്ററും കൂടി ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഇത് ഒഴിക്കുന്ന സമയത്ത് ഇത് അടിയിലേക്ക് ഒന്ന് ഇറങ്ങിച്ചില്ലേ. അപ്പോൾ ലൂസായിട്ട് ഉള്ളതുകൊണ്ടാണ് ഇത് അങ്ങനെ പോകുന്നത്. കുഴപ്പമില്ല. അവസാനം ഇതൊന്ന് ലെവൽ ചെയ്ത് കൊടുത്താൽ മതിയേ. അപ്പോൾ ഞാൻ നമ്മുടെ ബാറ്റർ മൊത്തവും ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തു. നമ്മുടെ ഏകദേശം നമ്മുടെ ഫില്ലിങ്സ് ഒന്ന് മുങ്ങിക്കിടക്കത്ത വിധത്തിലായിട്ടുണ്ടേ. അപ്പോൾ ഞാൻ ബാറ്റർ മൊത്തം ഒഴിച്ചു കൊടുത്തു. ഇനി നമുക്കൊരു സ്പൂൺ കൊണ്ട് ചെറുതായിട്ടൊന്ന് ലെവലും കൂടെ ചെയ്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ സ്പൂൺ കൊണ്ട് നന്നായിട്ടിതൊന്ന് ലെവൽ ചെയ്ത് കൊടുത്തു. ഇനി നമ്മളിതൊന്ന് ലോ ഫ്ലെയിമിലിട്ട് കുക്ക് ചെയ്തെടുക്കണം. അപ്പം നമ്മളിത് ഡയറക്റ്റായിട്ടല്ല കുക്ക് ചെയ്തെടുക്കുന്നത്. ഇതിൻ്റെ അടിയിൽ വേറൊരു തവയോ ദോശക്കല്ലോ എന്തെങ്കിലും വെച്ച് കൊടുക്കണം. എന്നിട്ട് ആണ് നമ്മൾ ലോ ഫ്ലെയിമിലിട്ട് ഇതൊന്ന് കുക്ക് ചെയ്തെടുക്കാൻ. അപ്പോൾ അത് ദോശക്കല്ല് നന്നായിട്ട് ചൂടായിട്ടുണ്ട്. ഇനി നമുക്കിതിൻ്റെ മുകളിലായിട്ട് നമ്മുടെ തയ്യാറാക്കിയ ഇത് വെച്ച് കൊടുക്കാം. എന്നിട്ട് ഇതിൻ്റെ അടപ്പ് വെച്ച് അടച്ചും കൂടെ കൊടുക്കുക. എന്നിട്ട് ലോ ഫ്ലെയിമിലിട്ട് ഇതൊരു 10 മുതൽ 15 മിനിറ്റ് വരെ ഒന്ന് കുക്ക് ചെയ്തെടുക്കാം. അപ്പോൾ വെച്ചിട്ട് ഞാൻ ഒരു 2 മിനിറ്റും കൂടി ആയിട്ടുണ്ട്. അപ്പോൾ ഇതൊന്ന് സെറ്റ് ആവുന്നതിന് മുമ്പായിട്ട് നമുക്കിതിലേക്ക് 1 ടീസ്പൂൺ നെയ്യും കൂടി ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഇതിലേക്ക് ഉള്ളിലോട്ട് ഇറങ്ങിച്ചില്ല കേട്ടോ, നല്ല ഫ്ലേവർ ആയിരിക്കും. ഇനി നമുക്കൊരു 15 മിനിറ്റ് കൂടി നമുക്ക് അടച്ച് വെച്ച് ഒന്ന് ലോ ഫ്ലെയിമിലിട്ട് ഒന്ന് കുക്ക് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മുടെ അടച്ച് വെച്ച അടപ്പിൽ ഇതുപോലൊരു ചെറിയൊരു ഹോൾ ഉണ്ടാവും കേട്ടോ. അത് നമുക്കിന്ന് പേപ്പർ വെച്ചൊന്ന് അടച്ചു കൊടുക്കാം. ഇപ്പോൾ അതാ ഒരു 15 മിനിറ്റ് ആയിട്ടുണ്ട്. നമ്മുടെ പലഹാരത്തിൻ്റെ ഒരു സൈഡ് നന്നായിട്ട് ഇതായിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് മറിച്ചിട്ട് കൊടുക്കണം. അതിനുവേണ്ടി പ്ലേറ്റ് ഒന്ന് ഇതിൻ്റെ മുകളിലേക്ക് ഒന്ന് വെച്ച് കൊടുത്തതിന് ശേഷം പാൻ ഒന്ന് മറിച്ച് കൊടുത്താൽ മതി കേട്ടോ. അപ്പോൾ ഇതാ നോക്കിയേ, അടിപൊളിയായിട്ട് കിട്ടിയിട്ടുണ്ട്. അടിയൊന്നും ഒട്ടും കരിഞ്ഞിട്ടില്ല. ഇനി നമുക്ക് അതേ പാനിൽ തന്നെ 1 ടീസ്പൂൺ നെയ്യും കൂടി ഒഴിച്ചു കൊടുക്കാം. ഇനി നമുക്ക് നമ്മുടെ പ്ലേറ്റിലേക്ക് ആക്കിയ പലഹാരം ഒന്ന് മറു സൈഡും കൂടി ഒന്ന് 5 മിനിറ്റ് ഒന്ന് കുക്ക് ചെയ്തെടുക്കണം കേട്ടോ. അപ്പോൾ ഇതുപോലെ ഒന്ന് നീക്കിയിട്ട് കൊടുക്കാം. എന്നിട്ട് ലോ ഫ്ലെയിമിൽ വെച്ച് അടച്ച് വെച്ചിട്ട് ഒരു 5 മിനിറ്റ് നേരം നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. അപ്പോൾ ഇത് 5 മിനിറ്റ് ആയിട്ടുണ്ട്. ഇനി ഫ്ലെയിം ഒന്ന് ഓഫാക്കാം. അടപ്പ് തുറന്നിട്ട് നമുക്കിതൊന്ന് വേറൊരു പ്ലേറ്റിലേക്കൊന്ന് മാറ്റി കൊടുക്കാം. അപ്പോൾ അത് വേറൊരു സർവിങ് പ്ലേറ്റിലേക്ക് ഞാനൊന്ന് മാറ്റി കൊടുത്തിട്ടുണ്ട്. അപ്പം അത് നോക്കി നമ്മുടെ സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള വെറൈറ്റി പലഹാരം ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതിൽ നിന്ന് ഒരു കഷ്ണം കഴിച്ചാൽ മതി കേട്ടോ നമ്മുടെ വയറ് നിറയാൻ. അപ്പോൾ ഇതിൽ ചിക്കനും പിന്നെ മൈദയും മുട്ടയും പാലും ഒക്കെ അടങ്ങിയിരിക്കുന്നത് കൊണ്ട് വളരെ ടേസ്റ്റിയാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്യണേ. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും പിന്നെ ഹൈപ്പ് ചെയ്യാനും മറന്നു പോകരുതേ. പിന്നെ ഒരു വീഡിയോ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തൊന്ന് സപ്പോർട്ടും കൂടി ചെയ്യണേ. അപ്പോൾ നമ്മുടെ ഈ ടേസ്റ്റി ആയിട്ടുള്ള നമ്മുടെ പലഹാരം ഒന്ന് കട്ട് ചെയ്ത് നോക്കാം. അപ്പോൾ നല്ല സ്പോഞ്ച് പോലെയാണ് ഇരിക്കുന്നത് കേട്ടോ നമ്മുടെ ഈ പലഹാരം. അപ്പോൾ അതാ നമ്മുടെ പലഹാരം ഒരു പീസ് ഞാൻ കട്ട് ചെയ്തു. നമുക്ക്
അത് നമുക്ക് കയ്യിലെടുക്കാം. അപ്പോൾ ഇതാ നോക്കിയേ, അതിൻ്റെ ഉള്ളൊക്കെ നോക്കിയേ. നമ്മുടെ ഈ പലഹാരം വളരെ സോഫ്റ്റാണ് കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അടുത്ത നല്ലൊരു ഇഫ്താർ റെസിപ്പിയുമായിട്ട് വീണ്ടും വരാം. അതുവരേക്കും എല്ലാവർക്കും താങ്ക് യു.